ഹായ് ഫ്രണ്ട്സ്, നമുക്ക് രുചികരമായിട്ടുള്ളൊരു പഴംപൊരിൻ്റെ റെസിപ്പി ആയാലോ. പുറമേ നല്ല മൊരിഞ്ഞിരിക്കുന്ന വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു പഴംപൊരിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഇതേ നമ്മൾ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. കൂടുതൽ പത്തിരിപ്പൊടിയാണ് വേണ്ടത്. പിന്നെ കടലപ്പൊടി, മൈദ, പിന്നെ കുറച്ച് തൈര്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ വേണം കേട്ടോ. ഞാനിതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാകും, ഒരു മാവ് കൂട്ടുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ഒരു 1.5 ഗ്ലാസ് വെള്ളം ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഇതേ റൈസ് ഫ്ലോർ, അതായത് പത്തിരിപ്പൊടി, നല്ല വറുത്ത പത്തിരിപ്പൊടി 4 കയ്യിൽ നിറയെ ഇട്ട് കൊടുക്കാം കേട്ടോ. 3 കയ്യിലായി, 4ാമത്തെ കയ്യിലും കൂടി ഇതാ. അപ്പോൾ ഈ 4 കയ്യിൽ നിറയെ നമുക്ക് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രാം ഫ്ലോർ, അതായത് കടലപ്പൊടി, ഇതും നമുക്ക് ഒരു കയ്യിൽ നിറയെ ഇട്ട് കൊടുക്കാം. 4 കയ്യിലിന് ഒരു കയ്യിൽ. അതുപോലെ മൈദ ഒരു കയ്യിൽ നിറയെ, അതുപോലെ തന്നെ കേട്ടോ, കടലപ്പൊടി മൈദയും. പിന്നെ നമുക്ക് തൈര് ദേ ഈ കാണുന്ന രീതിയിൽ ആ കയ്യിൽ നമ്മൾ പൊന്തി നിൽക്കുന്ന ആ രൂപത്തിലല്ല നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം വേണ്ടി വരും അല്ലേ. അപ്പോൾ അത്രയും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര, തൈര് ചേർക്കുമ്പോൾ നമുക്ക് അധികം മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 1.5 കയ്യിൽ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ അതേ ഞാനിത് അപ്പോൾ ഞാൻ ഒഴിച്ച വെള്ളമൊക്കെ ഒരു പാകത്തിനായിരുന്നു. ഒരു തിക്ക് ബാറ്ററായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ചട്ടിയിലേക്ക്, ഇതിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത്തിരി മൈദ ഇട്ട് കൊടുത്താൽ മതി. മൈദ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്താൽ മതി. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു അരമണിക്കൂറെങ്കിൽ നമുക്കിതിങ്ങനെ വെക്കണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ നല്ല ഇതിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ സമയമുള്ളതുകൊണ്ട് ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലാതെ നമുക്കിത് പൊരിച്ചെടുക്കാനും പറ്റും. പിന്നെ നമുക്ക് ഇതെന്ന് വെച്ചാൽ 2 ദിവസമൊക്കെ ഞാൻ മാവ് കൂട്ടി വെക്കാറുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പഴമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണല്ലോ. അപ്പോൾ ഞാനൊരു ദിവസം മാവ് ഉണ്ടാക്കിയാൽ പിറ്റേന്നേക്കും കൂടി അങ്ങ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ പിറ്റേന്ന് നല്ല ഇതായി കിട്ടും കേട്ടോ. പഴംപൊരിയൊക്കെ വളരെ നല്ലോണം നന്നായി കിട്ടുകയും ചെയ്യും. ഇതും ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു അരമണിക്കൂർ നമുക്ക് വെച്ചാൽ നല്ലോണം നന്നാവേ. നമ്മൾ മാവൊക്കെ കൂട്ടുമ്പോൾ 2 ദിവസത്തിനൊക്കെ 2 പ്രാവശ്യത്തിനൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 കായ് നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതേ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു കായ് ഒരു 6 പീസെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. വളരെ നേർത്ത പീസാക്കിയിട്ട് ഇങ്ങനെ ഒരു 6 പീസൊക്കെ ആക്കിയെടുക്കും കേട്ടോ ഞാൻ. അപ്പം പിന്നെ സ്കൂളൊക്കെ തുറന്നതാണല്ലോ. അപ്പോൾ നമുക്ക് മക്കളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഈ പഴംപൊരിയൊക്കെ കേട്ടോ. എണ്ണക്കടി ഇഷ്ടമുള്ളവർക്ക്. ഇപ്പോൾ ഇത് അവധി ദിവസമാണ്. അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒരു അരമണിക്കൂറിലധികം ഞാനിത് മാവ് വെച്ചിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ ആ പഴയ വെളിച്ചെണ്ണ നമ്മൾ ഓരോന്നിലേക്ക് ഇങ്ങനെ കൂട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇത്തിരി ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട്. നമുക്കിതേ ഇനിയും ഓരോ പഴവും ഈ മാവിൽ മുക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു ഭാഗം പിന്നെ മൊരിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ ഇതേത് വാങ്ങി വെക്കാനായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ അതിലേറെ ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനും. ഇങ്ങനെ നമുക്ക് മുഴുവനും ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ.
കുട്ടികളൊക്കെ ഉള്ളിടത്ത് നമ്മൾ വൈകുന്നേരം കടി ഉണ്ടാക്കിയത് പെട്ടെന്ന് നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കാനൊന്നും കഴിയൂല കേട്ടോ. സാധാരണ അങ്ങനെ കഴിയാറില്ല. പിന്നെ വീഡിയോ ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴും മക്കൾ തിരക്കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതുപോലെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.